ഉയരമായ സ്ഥലം, അതികഠിനമായ സ്ഥലം കൂടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ LOC. 1999 സ്പ്രിംഗ് സീസൺ ആരംഭിക്കുന്ന സമയത്ത് 16,000 അടി അല്ലെങ്കിൽ 17,000 അടി ഉയരത്തിൽ നിന്നും അവിടെയുള്ള സൈനികർ എല്ലാവരും താഴേക്ക് ഇറങ്ങി വരും. കാരണം അധികമായി മഞ്ഞ് പെയ്യുന്നത് കൊണ്ട് അവിടെ നിന്നും ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സ്പ്രിംഗ് സീസൺ അവസാനിക്കുന്നതോടെ വീണ്ടും അവർ പഴയ പോസ്റ്റിലേക്ക് എവിടെ നിന്നുമാണോ താഴേക്ക് വന്നത് അതേ പോസ്റ്റിലേക്ക് തന്നെ തിരിച്ചു പോകും. വീണ്ടും അവരുടെ ജോലി തുടങ്ങും. കൃത്യമായി 1999 മെയ് മാസം സ്പ്രിംഗ് സീസൺ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാൻ സൈനികർ അവരുടെ പൊസിഷനിലേക്ക് വന്നു. അവരുടെ പോസ്റ്റിലേക്കോ മാത്രമല്ല, ഇന്ത്യയുടെ 132 പോസ്റ്റുകൾ അവർ കൈവശപ്പെടുത്തി. ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട പർവ്വതങ്ങൾ, വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അവരുടെ സൈനികർ കയ്യേറി. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ തന്നെ ഇന്ത്യൻ സൈനികർക്ക് 2 ആഴ്ച സമയമെടുത്തു. കാരണം സ്പ്രിംഗ് സീസൺ അവസാനിച്ചില്ലല്ലോ എന്നതാണ്. 2 ലക്ഷം സൈനികരെ ഗ്യാദർ ചെയ്യേണ്ട ആവശ്യകതയിൽ വന്നു. ഇന്നും ആ യുദ്ധം വലിയ രീതിയിൽ ഇന്ത്യ പാകിസ്ഥാൻ ചരിത്രത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ യുദ്ധത്തിന്റെ പേരാണ് കാർഗിൽ യുദ്ധം. ഈ യുദ്ധത്തിൽ മിറാജ് 2000 എന്ന ഒരു വിമാനം ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിച്ചു. ഈ വിമാനം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഉടനടിയായി ഒരു വിജയം ഇന്ത്യക്ക് ലഭിച്ചത് എന്ന് പറയപ്പെടുന്നു. എന്തുകൊണ്ടാണ് മിറാജ് 2000 ഇത്രയും പ്രധാനപ്പെട്ടതാണെന്ന് എല്ലാവരും പറയുന്നത്? മാത്രമല്ല, മിറാജ് 2000-നോടൊപ്പം മറ്റേതൊക്കെ വിമാനങ്ങളാണ് ഈ ഒരു യുദ്ധത്തിൽ ഉപയോഗിച്ചത് എന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്കൻഡ് വീക്ക് ഓഫ് മെയ് നമ്മുടെ സൈനികർക്കെതിരെ ആരോ ആക്രമണം നടത്തുന്നു. ആട്ടിടയന്മാരെ പോലെ വേഷം മാറിപ്പോയ നമ്മുടെ സൈനികർക്കെതിരെ പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നു എന്ന വിവരം ലഭിക്കുന്നു. കൃത്യമായി ബാറ്റാലിക് സെക്ടറിൽ ഇരുന്നാണ് ഈ വിവരം ലഭിക്കുന്നത്. ബാറ്റാലിക് സെക്ടറിൽ നിന്നും ലഭിച്ച ഈ ഇൻഫർമേഷനെ നമ്മുടെ സൈന്യം ചിലപ്പോൾ പാകിസ്ഥാൻ നമ്മുടെ കുറച്ച് ഭാഗങ്ങൾ കൈവശപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് LOCയിൽ നിന്നും തുടർച്ചയായുള്ള കംപ്ലൈന്റ്സ് വരുന്നത്. ഇവിടെ പാകിസ്ഥാൻ സൈനികരുണ്ട്, അവിടെ പാകിസ്ഥാൻ സൈനികരുണ്ട് എന്ന് വരുമ്പോൾ ഏകദേശം 132 ഇന്ത്യൻ പോസ്റ്റുകൾ പാകിസ്ഥാൻ സൈനികർ കൈവശപ്പെടുത്തി. നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ പിടിച്ചെടുക്കാനായി പാകിസ്ഥാന്റെ പദ്ധതിയാണ് ഈ യുദ്ധം. ഉടനെ ഓപ്പറേഷന് തയ്യാറാകൂ എന്ന ഉത്തരവ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉയർന്നു. ഓപ്പറേഷൻ വിജയ്. 2 ലക്ഷം സൈനികർ തയ്യാറായി. എത്ര ഉയരത്തിലേക്കാണ് പോകാൻ പോകുന്നത്, എങ്ങനെയുള്ള ശത്രുക്കളാണ് അവിടെയുള്ളത്, അവിടെ എന്തൊക്കെ ആയുധങ്ങളാണ് അവരുടെ പക്കലുള്ളത് എന്നത് ഒന്നും തന്നെ അറിയില്ല. പക്ഷേ ഈ 2 ലക്ഷം സൈനികരോടും പറഞ്ഞു, ഇന്ത്യയുടെ തലയ്ക്കാണ് ആപത്ത് വന്നിരിക്കുന്നത്. അത് രക്ഷപ്പെടുത്തുക എന്നത്, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുക എന്നത് നിങ്ങളുടെ ചുമതലയാണ്. സോ നിങ്ങളുടെ മുഴുവൻ സ്ട്രെങ്ത്തും ഇതിനു വേണ്ടി ഉപയോഗിക്കണം. ഏകദേശം 16,000 അടി അല്ലെങ്കിൽ 17,000 അടി ഉയരത്തിൽ നടക്കാൻ പോകുന്ന യുദ്ധം എന്ന് പറയുമ്പോൾ അതുവരെ നടന്ന യുദ്ധത്തിൽ ഒരു യുദ്ധവും ഇത്ര ഉയരത്തിൽ നടന്നിട്ടില്ല, പ്രത്യേകിച്ച് വ്യോമയുദ്ധം. അത്രയ്ക്കും വലിയ വ്യോമസേന യുദ്ധം. ആ വ്യോമസേന യുദ്ധത്തിൽ സൈനികരുടെ സഹായമായിക്കോട്ടെ ഓപ്പറേഷൻ വിജയ് എന്നത് ലോകരാജ്യങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട ഒരു കാരണമായി വരുന്നു. ലോകരാജ്യങ്ങളുടെ പല വാർത്താ മാധ്യമങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, കാർഗിൽ യുദ്ധം, അതുപോലെ തന്നെ ഓപ്പറേഷൻ വിജയ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ആരംഭിച്ചു. പാശ്ചാത്യ രാജ്യങ്ങൾക്കാണെങ്കിൽ ഈ യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെടണം, പാകിസ്ഥാൻ വിജയിക്കണം. കാരണം അമേരിക്ക ഉൾപ്പെടെ മറ്റു പല രാജ്യങ്ങളും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്താണ് നിന്നിരുന്നത്. എന്നാൽ ആ സമയത്തും ഇന്ത്യക്ക് സപ്പോർട്ടായിരുന്നത് റഷ്യ, ഇസ്രയേൽ പോലെയുള്ള മറ്റു ചില സുഹൃത്ത് രാജ്യങ്ങൾ. എങ്ങനെയെങ്കിലും ഇന്ത്യ വിജയിക്കണം, അതിനുവേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന തീരുമാനത്തിലെത്തിയവർ. ഇന്ത്യ ആ ഓപ്പറേഷനിൽ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു, അത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മിറാജ് 2000. ഇന്ത്യയുടെ എല്ലാ പ്രിപ്പറേഷൻസും നല്ല രീതിയിൽ തന്നെ കൃത്യമായി തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ വ്യോമസേന എത്തണം. മെയ് സെക്കൻഡ് വീക്കിൽ തന്നെ ഇതെല്ലാം കണ്ടുപിടിച്ചുവെങ്കിലും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു ഉത്തരവ് കൊടുക്കുന്നു. മെയ് 25 വരെ നമ്മുടെ ബോർഡർ കഴിഞ്ഞ് പാകിസ്ഥാൻ ബോർഡറിലേക്ക് നമ്മുടെ വിമാനം പറക്കാൻ പാടില്ല. മാത്രമല്ല, നമ്മളാണ് ആദ്യം എയർ സ്ട്രൈക്ക് ചെയ്യുന്നത് എന്ന രീതിയും വരാൻ പാടില്ല. അങ്ങനെ ഒരു സ്ട്രൈക്ക് നമ്മുടെ ഭാഗത്തു നിന്നുമാണ് ആദ്യമായി വന്നത് എന്ന് പറയുകയാണെങ്കിൽ ലോകം നമുക്കെതിരെ തിരിയും. എപ്പോൾ സ്ട്രൈക്ക് നടത്തണമെന്ന ഉത്തരവ് ഞങ്ങൾ തരാം, അതുവരെ കാത്തിരിക്കൂ എന്നും പറഞ്ഞ് ഇൻസ്ട്രക്ഷനും കൊടുത്ത് വ്യോമസേനയെ കാത്തിരിക്കാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ അതുവരെ വ്യോമസേന വെറുതെ ഇരുന്നില്ല. അവർ ഈലിൻറ്റിലേക്ക് പോയി. ഇലക്ട്രോണിക് ഇന്റലിജൻസ്, അതായത് ഈലിൻറ്റ് എന്ന് പറയുമ്പോൾ അതുവഴി വിമാനത്തെ പറത്തി എത്ര ശത്രുക്കളുണ്ട്, ശത്രുക്കൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആർട്ടിലറി ഉണ്ടോ, എന്തെങ്കിലും ടെന്റ് ഒക്കെ ഉണ്ടോ, ഇങ്ങനെയുള്ള പല വിവരങ്ങൾ ശേഖരിച്ചു. അങ്ങനെ ശേഖരിക്കാൻ പോയ നമ്മുടെ ഒരു സ്പൈ വിമാനം
കാൻബറ PR-57 എന്ന വിമാനത്തെ മെയ് മാസം 21 അൻസ ഇൻഫ്രാറെഡ് സർഫസ് ടു എയർ മിസൈൽ വന്ന് അറ്റാക്ക് ചെയ്തു. ഈ അൻസ സർഫസ് ടു എയർ മിസൈൽ എന്നത് ചൈനീസ് നിർമ്മിതമാണ്. എന്നാൽ ഇത് വിക്ഷേപിച്ചത് പാകിസ്ഥാൻ സൈനികരും. ഈ വിവരം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ലഭിക്കുന്നു. അങ്ങനെ നമ്മുടെ വ്യോമസേനയ്ക്ക് ദേഷ്യം. നമ്മുടെ എയർക്രാഫ്റ്റിനെതിരെ ഇവർ ആക്രമണം നടത്തി. ഇതിനെതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം, എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഭരണകൂടത്തിലും ചർച്ച നടക്കുന്നു. ഓപ്പറേഷൻ വിജയ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതായിരുന്നു പ്രധാന അജണ്ട. അങ്ങനെ മെയ് മാസം 21 ആദ്യ ആക്രമണം പാകിസ്ഥാൻ നടത്തി. അതിനുശേഷം തുടർ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ആരംഭിച്ചു. 1-2 സ്ഥലങ്ങളിൽ മാത്രമല്ല, 3 സ്ഥലങ്ങളിൽ നമ്മുടെ വ്യോമസേന അവരുടെ വിമാനത്തെ തയ്യാറാക്കി വെച്ചിരുന്നു. 1 ശ്രീനഗർ, 2 അവന്തിപുര, 3 അദാംപുര. ഇവിടെ ഉണ്ടായിരുന്ന വിമാനങ്ങൾ MiG-21, MiG-23, MiG-27, ജാഗ്വർ, കൂടാതെ ഹെലികോപ്റ്റർ, ഗൺഷിപ്പ് ഇതെല്ലാം തയ്യാറായിരുന്നു. അറ്റാക്ക് ഹെലികോപ്റ്റർ മുതൽ ഫൈറ്റർ ജെറ്റ്സ് വരെ തയ്യാറായിരിക്കുമ്പോഴും നമ്മുടെ പൈലറ്റ്സ് ഒന്നും തന്നെ ചെയ്യരുത് എന്ന ഒരു ഇൻസ്ട്രക്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ കറക്റ്റായി മെയ് മാസം 27 നമ്മുടെ ആദ്യ നഷ്ടം നമ്മുടെ സൈനികം രജിസ്റ്റർ ചെയ്യുന്നു. ബറ്റാലിക് സെക്ടറിൽ നിന്നുമാണ് വിവരം ലഭിച്ചത്. ഏത് സെക്ടറിലാണോ ആദ്യം പാകിസ്ഥാൻ സൈനികർ നുഴഞ്ഞു കയറി എന്ന വിവരങ്ങൾ ലഭിച്ചത്, അതേ സ്ഥലത്ത് വെച്ച് MiG-27 വിമാനം എഞ്ചിൻ ഫെയിലിയർ ആയി ആക്സിഡന്റ് ആയി. MiG-21 എന്ന വിമാനത്തെ പാകിസ്ഥാൻ സൈനികർ ഷൂട്ട് ഡൗൺ ചെയ്തു. ഇങ്ങനെ 2 നഷ്ടങ്ങൾ സംഭവിച്ചു. മെയ് മാസം 25 നമ്മുടെ ആക്രമണം ആരംഭിച്ചു. മെയ് 25 വരെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട വിമാനം 4th ജെൻ എയർക്രാഫ്റ്റ് മിറാജ് 2000 വ്യോമസേനയിൽ പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെയുള്ള ആക്രമണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. മിറാജ് 2000 സ്ക്വാഡ്രൺ എവിടെയാണുള്ളത്, വരൂ എന്ന കോള് പോകുന്നു. മെയ് 30 മുതൽ നിങ്ങളുടെ ജോലി ആരംഭിക്കും. കാർഗിൽ യുദ്ധത്തിൽ നിങ്ങളും പങ്കുചേരാൻ പോകുന്നു. ഓപ്പറേഷൻ വിജയിൽ മിറാജ് 2000 അംഗമാകാൻ പോകുന്നു. സോ പാകിസ്ഥാനെതിരെയുള്ള വാർണിംഗ് കൊടുക്കാൻ ആരംഭിച്ചു. എന്നാൽ പാകിസ്ഥാന്റെ പക്കൽ നമ്മുടെ ഈ മിറാജ് 2000 കൗണ്ടർ ചെയ്യുന്നത് പോലെ F-16 ഉണ്ടായിരുന്നു. F-16 വേഴ്സസ് മിറാജ് 2000 എന്നാണ് പലരും ഈ കാർഗിൽ യുദ്ധത്തെ കണ്ടിരുന്നത്. F-16 എന്നത് അമേരിക്കൻ നിർമ്മിതം. ഇതാണ് ഇന്ത്യ പരാജയപ്പെടണമെന്ന് അമേരിക്ക ഉൾപ്പെടെ മറ്റു പല രാജ്യങ്ങളും ആഗ്രഹിക്കാനുള്ള പ്രധാന കാരണം. അമേരിക്ക ഉൾപ്പെടെ മറ്റു പല പാശ്ചാത്യ രാജ്യങ്ങളും പാകിസ്ഥാന് സപ്പോർട്ടായിരുന്നു. സോ പാകിസ്ഥാന്റെ പക്കൽ F-16 തയ്യാറായിരിക്കുന്നു. ഈ F-16 പോരാടാൻ മിറാജ് 2000 വന്നേ പറ്റൂ എന്നും പറഞ്ഞ് നമ്മുടെ വ്യോമസേനയിൽ കൊണ്ടുവന്നു. മിറാജ് 2000 1970കളിൽ നിർമ്മിച്ച 4th ജെൻ വിമാനമായാലും ഫ്രാൻസ് നിർമ്മിതമായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇത്രയും ആൾട്ടിറ്റ്യൂഡിൽ നടക്കുന്ന ഈ യുദ്ധത്തിൽ മിറാജ് 2000 ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഇന്ത്യ പറഞ്ഞു. ഇന്ത്യൻ പൈലറ്റ്സിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, നമ്മളെ വിട്ട് ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ആരും ആക്രമണം നടത്തില്ല. അങ്ങനെ ആക്രമണം നടത്തിയാലും നമ്മുടെ മിറാജ് 2000 വെച്ച് തീർച്ചയായും പ്രത്യാക്രമണം ചെയ്യാൻ പറ്റും. അതിന് സപ്പോർട്ടായി മിഗ് വിമാനങ്ങൾ ഉണ്ടാകും, ജാഗ്വാർ ഉണ്ടാകുമെന്ന പക്ക പ്ലാൻ തയ്യാറായി. മനോറബിലിറ്റി ഈസിയായും അതുപോലെ ഡ്രാഗ് കുറവായുമാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ എഞ്ചിൻ സ്നെഗ്മ M53P2 ടർബോ എഞ്ചിൻ എന്ന് പറയാം. ഇതിന്റെ മാക്സിമം ത്രസ്റ്റ് 98 kN, ഏകദേശം 22,000 lbf എന്ന് പറയാം. ഇതിന്റെ സ്പീഡ് മാക് 2.2, ഏകദേശം 2340 km/h എന്ന സ്പീഡിൽ ഇതിന് പറക്കാൻ പറ്റും. ഇതിന്റെ സീലിംഗ് 18,000 മീറ്റർ അല്ലെങ്കിൽ 59,000 ഫീറ്റ് എന്ന് പറയാം. സോ ഇത്രയും ഉയരത്തിൽ ഇതിന് പറക്കാൻ പറ്റും. ഇതിന്റെ കോമ്പാക്ട് റേഞ്ച് എന്ന് പറയുന്നത് 1600 കിലോമീറ്റർ ആണ്. എക്സ്റ്റേണൽ ഫ്യൂൽ ടാങ്ക് ഇട്ട് കഴിഞ്ഞാൽ 1600 കിലോമീറ്റർ തുടർച്ചയായി പറക്കാൻ പറ്റും. ഇത്രയും ബ്രഹ്മാണ്ഡമായ മിറാജ് 2000 കാർഗിൽ യുദ്ധത്തിൽ മെയ് മാസം 30 മുതൽ ഉപയോഗിച്ചു തുടങ്ങി. ഇതിലുള്ള VE-130 HUD ഹെഡ് അപ്പ് ഡിസ്പ്ലേ വളരെ പ്രധാനമായി കണക്കാക്കി. മിസൈൽ സിസ്റ്റം എങ്ങനെയാണുള്ളത്, ആ മിസൈൽ സിസ്റ്റത്തിലിരുന്ന് നമ്മുടെ ബോംബ് 660 കിലോഗ്രാം ഉള്ള ബോംബ് എങ്ങനെ വിക്ഷേപിക്കും, ലേസർ ഗൈഡഡ് ബോംബ്സ് ആണ്, അതായത് LGB ആണ് ഇതിൽ ഉപയോഗിച്ചത്. വെറും 8 LGB ആണ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് എന്ന് തന്നെ പറയാം. ഈ 8 LGB ഉപയോഗിച്ചപ്പോൾ തന്നെ പാകിസ്ഥാൻ ഭയന്ന് വിറച്ചു. കാരണം അത്രയും ആക്യുറേറ്റ് ആയിട്ടാണ് ഇന്ത്യൻ എയർഫോഴ്സ് പ്രവർത്തിച്ചത്. ഇന്ത്യൻ എയർഫോഴ്സ് IAF ഒരു ഓപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തു. ആ ഓപ്പറേഷന്റെ പേര് സേഫ്ഡ് സാഗർ. അങ്ങനെ ഈ സേഫ്ഡ് സാഗർ എന്ന ഈ ഒരു ഓപ്പറേഷനിൽ മിറാജ് 2000 വന്നു. ജൂൺ മാസമൊക്കെ നമ്മുടെ ആക്രമണം വളരെ പീക്കിലായിരുന്ന സമയമാണെന്ന് പറയാം. ടൈഗർ ഹിൽ ആക്രമണം നടത്തണം. ടൈഗർ ഹിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ടൈഗർ ഹിൽ എന്ന ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല ആക്രമണം നടത്തേണ്ടത്. ആദ്യം ടൈഗർ ഹില്ലിൽ ആക്രമണം നടത്തി അതിനുശേഷം 50 കിലോമീറ്റർ നീങ്ങിയിരിക്കുന്ന മറ്റൊരു സ്ഥലത്തും ആക്രമണം നടത്തണം. അങ്ങനെ ആക്രമണം നടത്തി തിരിച്ചു വരുമ്പോൾ ഈ ടൈഗർ ഹില്ലിൽ എങ്ങനെയുള്ള ആക്രമണമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്, അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്നുള്ളതിന്റെ ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുത്ത്
ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൊടുക്കണം. ഈ ഒരു ഓപ്പറേഷനിൽ നമ്മുടെ വ്യോമസേന എങ്ങനെയായിരിക്കും പ്രവർത്തിച്ചിട്ടുണ്ടാവുക? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതിന്റെ അടുത്ത പാർട്ട് അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ, ഈ ഒരു വീഡിയോയിൽ ഈ സേഫ്ഡ് സാഗർ എന്ന ഈ ഒരു ഓപ്പറേഷൻ ജസ്റ്റ് ആരംഭിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ അടുത്ത വീഡിയോയിൽ തന്നെ ഈ ഒരു സേഫ്ഡ് സാഗറിന്റെ എൻഡിങ് പോർഷൻ ഉണ്ടാകും. സോ നെക്സ്റ്റ് ടോപ്പിക്കിനായി കാത്തിരിക്കുക. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും മറക്കാതെ കമന്റായി ചേർക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.